ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ്. അപ്പം ഇതിന് ഒരു കുറച്ചൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, നിങ്ങൾ ക്ഷമിച്ചേക്ക്. അപ്പം നമ്മൾ കൊല്ലത്ത് വരെ വന്നത്, കൊല്ലത്ത് ESIയിൽ വന്നത് കേട്ടോ, അമ്മാമ്മയുടെ ഒരു ആവശ്യത്തിന്. അപ്പം അതെല്ലാം കഴിഞ്ഞു, അതൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി നമുക്കൊന്ന് അഡ്വഞ്ചർ പാർക്കിൽ വരെ പോയാലോ എന്ന് വെച്ച്. ഞാനാണെങ്കിൽ ആക്ച്വലി ഇത് ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ നമ്മുടെ പ്ലാൻ മാറ്റിയത് കൊണ്ട് ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ എടുത്തേക്കാം. ഞാനിത് ഷോർട്സിന് വേണ്ടി കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പ്ലാൻ മാറ്റിയത് കൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ലോങ് വീഡിയോ എടുത്തേക്കാം. അങ്ങനെ എടുത്തതാണ്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് വന്ന് എന്നിട്ട് അമ്മാമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് അമ്മമ്മ വണ്ടി തന്നെ ഇരുന്ന് കേട്ടോ. അങ്ങനെ ഞാനും മാമൻ്റെ മോനും കൂടെയാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇവിടെ ഈ പാർക്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഫീസ് എന്ന് വെച്ചാൽ 24 രൂപയാണ് കേട്ടോ. മുതിർന്നവർക്ക്, കൊച്ചു പിള്ളേർക്ക് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. പിന്നെ 5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിങ്ങിന് പോയാലോ എന്ന് മാമ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൽ പോയി. ഈ ബോട്ടിങ്ങിന് ഒരാൾക്ക് 95 രൂപ കേട്ടോ. 95 രൂപയ്ക്ക് നഷ്ടമില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല കുറേ സമയം എന്ന് വെച്ചാൽ എനിക്ക് അരമണിക്കൂറോളം ഉണ്ട് ബോട്ടിങ്. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറിയതാണ്ടേ, ബോട്ടൊക്കെ ഇവിടെ നിന്ന് എടുത്തേ കേട്ടോ. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചത് താഴെ ഇരിക്കാമെന്നാണ്. പിന്നെ നമ്മൾ മേളിൽ പോയി. മേളിലാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നത്. മേളിൽ ഇരുന്നാലും നമുക്ക് നല്ല വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ താണ്ടേ മേളിലൊക്കെ ഇരുന്ന് ഇപ്പം ഉണ്ടോ നമ്മുടെ ഈ ബോട്ടിൻ്റെ പുറകിലല്ല, ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കൊക്കുകളൊക്കെ വന്നിരിക്കും കേട്ടോ, നല്ല രസം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഞാനും ഇവന് ഇപ്പുറത്തിരുന്ന്, പിന്നെ ഞങ്ങൾ മാമൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, ഇതാണ് എൻ്റെ മാമൻ്റെ മോനും. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം, നമുക്ക് കുറേ അധികം നേരം കിട്ടുമല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിൽ വരുന്ന ആൾക്കാർ എന്തായാലും ഒരു വട്ടമെങ്കിലും ഈ ബോട്ടിങ്ങിൽ കയറിയിരിക്കണം ഗൈസ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കൊല്ലത്ത് വരുന്നവർ, ഇനി അഡ്വഞ്ചർ പാർക്കിൽ വരുന്നവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ, നല്ല. അങ്ങനെ നമ്മളിതാണ് ഈ ഹോട്ടലുണ്ടോ, ഇത് ഇവിടുത്തെ ഏതോ ഫേമസ് ആയിട്ടുള്ള ഏതോ 7 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ മാമ അത് ആ ഹോട്ടലാണ്, ഇന്ന ഹോട്ടൽ ഇന്ന ആളുടെ എന്നൊക്കെ പറഞ്ഞു തരും നമുക്ക്. അങ്ങനെ നമ്മൾ ആ ഹോട്ടലാണെങ്കിൽ പുറത്തു നിന്ന് കാണാൻ തന്നെ അടിപൊളി, നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ അകത്ത് കയറുമ്പോൾ അതിലും നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളി, നല്ല രസമുണ്ട്. അതിൻ്റെ പുറത്തെ വ്യൂ ഒക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും നല്ല രസമുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അവിടെ കറങ്ങിയിട്ട് ഇത് കണ്ടു, ഇത് ഹെലിപ്പാഡ് കേട്ടോ. ആ ഹെലിപ്പാഡൊക്കെ കാണിച്ചു തരും മാമ ഞങ്ങൾക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ എൻഡിലെത്താറ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ കയറിയെടുത്ത് തന്നെ തിരിച്ച് വരും. അതുകൊണ്ട് കുറേ ബോട്ടൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നുണ്ടോ, ഇതൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, ഇപ്പോൾ കാണാണ്ട ഈ സ്റ്റാച്ചു ഉണ്ടല്ലോ, ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ. ഈ സ്റ്റാച്ചുവിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ വരും. പിന്നെ നമ്മൾ കുറേ നേരം മേളിലിരുന്ന് പിന്നെ നമ്മൾ വിചാരിച്ച് താഴെ പോയിട്ട് താഴത്തെ വ്യൂവും കൂടെ ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ താഴെ വന്നപ്പോൾ ഈ ബോട്ടിൻ്റെ പുറവേ ഇങ്ങനെ മറ്റേ പേരെന്തുവാ, കടൽക്കാക്കയോ നീർക്കാക്കയോ അങ്ങനെ എന്തോ പറയുമല്ലോ, അങ്ങനെ അതിൻ്റെ പുറവേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞേടാ, എനിക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്ക് കുറച്ച് എൻ്റെ വീഡിയോസ് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നെ കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന്, പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇതിന് ആഴമുണ്ടോ, ഇവിടെ നല്ല ആഴമുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വന്നു കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അരമണിക്കൂർ 95 രൂപ വെർത്താണ് ഗൈസ്, നല്ല. അപ്പം എന്തായാലും അഡ്വഞ്ചർ പാർക്ക് വരുന്നവർ എന്തായാലും ബോട്ടിങ്ങിന് മസ്റ്റായിട്ടും പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് കുറേ നേരം പാർക്കിലിരുന്നിട്ട് മറ്റേ പാർക്കിൻ്റെ ഭംഗിയും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് പോയത് കൊല്ലം ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് കണ്ടോണ്ടോ, ഒന്നാമത് കൊട്ട വെയിൽ, പിന്നെ അവിടെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ബീച്ചിൽ ഫുൾ ഇങ്ങനെ കയറ് കെട്ടിയിട്ടേക്കുമായിരുന്നു, എന്തോ കടൽ ഷോഫോ അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന വെച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോയത് വാടി
കടപ്പുറത്താണ്. കൊല്ലത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഈ സ്ഥലം. അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയും ഇത് വാടി. അങ്ങനെ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും നമുക്ക്. പിടിച്ചുകൊണ്ട് ബോട്ടിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ മീൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് മീനിൻ്റെ വിലയൊക്കെ നോക്കി മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഉണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഈ ബോട്ടൊക്കെ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഒരു ബോട്ട് പോകുമ്പോൾ അടുത്ത ബോട്ട് വരും, അടുത്ത ബോട്ട് പോകുമ്പോൾ അടുത്ത ബോട്ട് വരും. അങ്ങനെയാണ്. കൊള്ളാം, അവിടെ മൊത്തത്തിൽ കൊള്ളാം, നിൽക്കാൻ കൊള്ളാം. അങ്ങനെ അവിടുന്ന് നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.